സിപിഎമ്മിനെ നരഭോജികളോട് ഉപമിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച ശശി തരൂർ. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഫോട്ടോ വെച്ച കുറിപ്പ് പകരം പോസ്റ്റ് ചെയ്തു. സൈഫ് ചേരുന്നു. സൈഫ്, വിവരങ്ങൾ. KPCC ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു ധന്യ. അത് കൃപേഷിന്റെ ശരത് ലാലിന്റെയും ചരമവാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഒരു പോസ്റ്റ് ഇറക്കിയത്. ആ പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഫെബ്രുവരി 17 CPM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനം. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം എന്ന ടൈറ്റിലോട് കൂടിയാണ് ഈ പോസ്റ്റ് KPCC ഇറക്കിയ ഈ പോസ്റ്റർ ശശി തരൂർ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. എന്നാൽ ആ പോസ്റ്റ് ഇപ്പോൾ കാണാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അതിനുശേഷം മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അക്രമം ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നത് ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ് എന്ന വാചകം ആണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശശി തരൂർ ആ CPM എന്ന് പറയുന്ന പേര് പോലും രണ്ടാമത്തെ പോസ്റ്റിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന കാര്യം. എന്താണ് ശശി തരൂരും KPCCയും തമ്മിൽ നടന്നത്, കോൺഗ്രസ് നേതൃത്വവും AICCയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ശശി തരൂരും AICC നേതൃത്വവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ വികസനത്തെ അല്ലെങ്കിൽ വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. അതിനെതിരെ പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി പറയുന്നു. പിന്നീട് KPCC അധ്യക്ഷൻ വന്ന് വിമർശനം ഉന്നയിക്കുന്നു, UDF കൺവീനർ വിമർശനം ഉന്നയിക്കുന്നു, K മുരളീധരൻ വന്ന് വിമർശനം ഉന്നയിക്കുന്നു. അപ്പോഴൊന്ന് ശശി തരൂർ തൻ്റെ നിലപാടിൽ നിന്ന് പൂർണ്ണമായും പിന്നോട്ട് പോയിക്കൊണ്ടുള്ളൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. തൻ്റെ പോസ്റ്റ് പൂർണ്ണമായും വായിക്കാത്തവരാണ് തന്നെ വിമർശിക്കുന്നത് എന്ന തരത്തിൽ ചില ന്യായീകരണങ്ങൾ ചമച്ച് അദ്ദേഹം നൈസായിട്ട് എസ്കേപ്പ് അടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇന്നിപ്പോൾ കണക്കുകൾ നിരത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തി കേരളത്തിൻ്റെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളം പിന്നിലാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. അല്പം മുമ്പ് KPCCയുടെ അധ്യക്ഷൻ അദ്ദേഹത്തെ വിളിച്ച്, ശശി തരൂരിനെ വിളിച്ച് AICC പറഞ്ഞ പ്രകാരം കേരളത്തിലെ നേതൃത്വത്തിൻ്റെ അതൃപ്തി അദ്ദേഹത്തെ നേരിട്ട് തന്നെ അറിയിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഒരു പോസ്റ്റ് വിൽക്കൽ പരിപാടി ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. തരൂർ എങ്ങോട്ട് പോകുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും CPMനെ നരഭോജികൾ എന്ന് വിമർശിച്ചുകൊണ്ട് പോസ്റ്റിട്ട തരൂർ ആ പോസ്റ്റ് പൂർണ്ണമായും പിൻവലിക്കുകയും പിന്നീട് വേറൊരു പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റിനകത്ത് അവർ രണ്ടുപേരുടെയും പടമുണ്ട്, കൃപേഷിൻ്റെ ശരത് ലാലിൻ്റെയും പടമുണ്ട്. പക്ഷേ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പേര് അദ്ദേഹം എവിടെയും ഉപയോഗിച്ചിട്ടില്ല. എന്താണ് തരൂർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇതിനകത്തുള്ള പ്രതികരണങ്ങൾ, നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ വരും. ഇപ്പോൾ ആ പോസ്റ്റിന് താഴെ, പുതുതായിട്ട പോസ്റ്റിന് താഴെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് തോന്നുന്നു. അവർ വലിയ വിമർശനങ്ങൾ തരൂരിനെതിരെ അതിനകത്ത് ഉന്നയിക്കുന്നത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം പുറത്തു വന്നത്. അതിന് പിന്നാലെ ഒരു രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട്, അവരുടെ പാർട്ടിയുടെ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട് തരൂർ CPMനെ പറഞ്ഞത് അദ്ദേഹം വിഴുങ്ങിക്കൊണ്ട് പുതിയൊരു നിലപാട് സ്വീകരിച്ച് CPMൻ്റെ പേര് പോലും പറയാതെ പുതിയൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താൻ പിന്നോട്ടില്ല, നിങ്ങളിനി എന്ത് വിമർശിച്ചാലും താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. എന്നെ കൂടുതൽ നിയന്ത്രിക്കാൻ വേണ്ടി നിങ്ങൾ വരേണ്ടതില്ല എന്ന സന്ദേശമാണോ KPCC നേതൃത്വത്തിനും മറ്റും പ്രതിപക്ഷ നേതാവിനും മറ്റും തരൂർ നൽകുന്നത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരും സമയങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ധന്യ.